എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ധ്യാനം 4-ാം അധ്യായത്തിൻ്റെ 1-2 വചനങ്ങളാണ്. അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു, കയീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്കൊരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവൾ അവൻ്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനും ആയിത്തീർന്നു. ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായ ശേഷം അവർ ഭാര്യാഭർത്തൃ ജീവിതം തുടരുകയാണ്. അത് ഏദനിൽ ആരംഭിച്ചതാണ്. അത് പാപത്തിന് ശേഷവും തുടർന്നു പോകുന്നു. അവർക്ക് സ്വാഭാവികമായും മക്കളുണ്ടാകുന്നു. അങ്ങനെ അവർക്കുണ്ടായ മക്കളിൽ 2 മക്കളുടെ കാര്യം പ്രത്യേകം എടുത്ത് ഈ അധ്യായത്തിൽ പറയുകയാണ്. ആദമിനും ഹവ്വയ്ക്കും എത്ര മക്കളുണ്ടായി എന്ന് ചോദിച്ചാൽ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അനേക പുത്രീപുത്രന്മാരുണ്ടായി എന്ന് നമുക്ക് കാണാം. പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആദമിനും ഹവ്വയ്ക്കും ഈ 2 ആൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ സൂക്ഷ്മമായി വായിക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ. ആദമിനും ഹവ്വയ്ക്കും ധാരാളം മക്കളുണ്ടായിരുന്നു. ആ അനേക മക്കളിൽ 2 മക്കളുടെ കഥ പ്രത്യേകമായ ഒരു വിഷയം സംസാരിക്കുവാൻ വേണ്ടി എടുത്ത് എഴുതിയിരിക്കുകയാണ് മോശ. ആദമിനും ഹവ്വയ്ക്കും മക്കളുണ്ടായതിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പ്രയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക വാക്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു എന്നാണ് ആ വാക്ക്. എബ്രായ ഭാഷയിലെ യാഡ എന്ന് പറയുന്ന ഒരു വാക്കാണ്. ഇംഗ്ലീഷിൽ അതിനെ ആഡം ന്യൂ ഈവ്, ആദം ഹവ്വയെ അറിഞ്ഞു എന്നാണ് പരിഭാഷ ചെയ്തിരിക്കുന്നത്. പുരുഷൻ തൻ്റെ ഭാര്യയെ അറിഞ്ഞു എന്നാണ്. ലൈംഗിക ബന്ധത്തെക്കുറിച്ച് ദാമ്പത്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലൈംഗിക ബന്ധം. ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ആ ലൈംഗിക ബന്ധത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് അറിഞ്ഞു എന്നാണ്. ലൈംഗിക ബന്ധം കേവലം 2 അപരിചിതർ തമ്മിൽ നടത്തപ്പെടുന്ന ഒരു ശാരീരിക പ്രക്രിയ എന്നതിലുമുപരി വളരെ അടുത്ത് ബന്ധപ്പെടുന്ന 2 പേർ, വളരെ ഇൻറ്റിമേറ്റായിട്ടുള്ള 2 പേരുടെ ഒന്നാകലാണ്, യൂണിയനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവം അങ്ങനെയാണ് ലൈംഗികതയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ മനസ്സിലുള്ള ആ ലൈംഗിക ബന്ധത്തിൻ്റെ ചിത്രം അതാണ്. ഇന്ന് അതിനെ പല വിധത്തിൽ മനുഷ്യൻ വികലമാക്കി തീർത്തിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ലൈംഗിക ബന്ധത്തെ തന്നെ പീഡനമായി നമുക്കിന്ന് കാണാനും വായിക്കാനും സാധിക്കുന്നു. അത് ബലാത്കാരമാണ്. ലൈംഗിക ബന്ധത്തിൻ്റെ പല വിധത്തിലുള്ള വേർഷൻസ് ഇന്ന് നമുക്ക് ലോകത്തിലുണ്ട്. വ്യഭിചാരം അതിലൊരു വേർഷനാണ്. താൽക്കാലികമായ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി പണം കൊടുത്തോ അല്ലാതെയൊക്കെ മറ്റൊരു പങ്കാളി അല്ലെങ്കിൽ പല പങ്കാളികളെ ഉപയോഗിക്കുന്ന രീതിയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. ഇനിയും മറ്റു തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങളുണ്ട്. പീഡനം എന്ന് നമ്മൾ മയപ്പെടുത്തി പറയുന്ന ബലാത്കാരം വളരെ ക്രൂരമായ ബലം പ്രയോഗിച്ചുള്ള ലൈംഗിക ബന്ധമാണ്. ഈ ബലാത്കാരം ലൈംഗിക ബന്ധത്തിൻ്റെ, മനോഹരമായിരിക്കേണ്ട ലൈംഗിക ബന്ധത്തിൻ്റെ വികലമാക്കപ്പെട്ട പാപകരമായ ഒരു വേർഷനാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ദൈവത്തിൻ്റെ പരിപാടിയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം അറിയുന്നതിൻ്റെ ആ ആഴമായ ഇൻറ്റിമേറ്റായ അറിവിൻ്റെ ഏറ്റവും ആഴമായ ലെവലാണ് ഈ ലൈംഗിക ബന്ധമെന്ന് പറയുന്നത്. ആ രീതിയിൽ അതിനെ കാണേണ്ട ആവശ്യമുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന വിവാഹിതരായ പ്രിയപ്പെട്ടവർ ഈ കാര്യം പ്രത്യേകം മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തമ്മിൽ ഏറ്റവും അടുത്ത് അറിയുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെ മനസ്സിലാക്കണം. പരസ്പരമുള്ള അറിവ്, യാതൊരു മറയുമില്ലാത്ത തുറന്ന അറിവ്, ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവെക്കുന്നതിൻ്റെ ഭാഗമായി പങ്കാളിയെ പൂർണ്ണമായി അറിയുന്ന അറിവിൻ്റെ തലമാണ് ഈ ലൈംഗിക ബന്ധമെന്ന് പറയുന്നത്. പല ആളുകളുടെയും ഒരു തെറ്റിദ്ധാരണ ഈ വിഷയത്തിൽ പാപം സംഭവിച്ചതിൻ്റെ ഫലമായിട്ടാണ് ലൈംഗികത മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നാണ്. ചില ആളുകളെങ്കിലും മനസ്സിലാക്കി വയ്ക്കുന്നത് ആദ്യ പാപം എന്ന് പറയുന്നത് തന്നെ ലൈംഗിക ബന്ധമാണ് എന്നാണ്. എന്നാൽ ഇത് രണ്ടും തെറ്റായ ധാരണകളാണ്, തെറ്റായ ആശയങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ അതിൽ 28-ാമത്തെ വചനത്തിൽ ആദമിനെയും ഹവ്വയെയും സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ സൃഷ്ടിക്ക് ശേഷം
28-ാമത്തെ വാക്യം പറയുകയാണ്, ദൈവം അവരെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങളിലൊന്നാണ് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക എന്നത്. മനുഷ്യൻ്റെ സൃഷ്ടിയിൽ തന്നെ ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. ഇവർ സന്താനപുഷ്ടിയുള്ളവരായി പെരുകണം. സന്താനപുഷ്ടിയുള്ളവരായി പെരുകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ലൈംഗിക ബന്ധം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവർക്ക് നൽകിയ ഒരു അനുഗ്രഹമായിട്ടാണ് ലൈംഗികതയെക്കുറിച്ച് പറയുന്നത്. അല്ലാതെ പാപത്തിൻ്റെ ഫലമായി മനുഷ്യജീവിതത്തിലേക്ക് കടന്നു വന്ന മ്ലേച്ഛമായതോ തെറ്റായതോ ആയ ഒരു ബന്ധമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ലൈംഗികത എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെയല്ല നമ്മൾ ആ വിഷയത്തെ കാണേണ്ടത്. കയീൻ ജനിച്ചതിന് ശേഷം ഹവ്വ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹവ്വ പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ യഹോവയാൽ എനിക്കൊരു പുരുഷ പ്രജയെ ലഭിച്ചിരിക്കുന്നു, ഒരു ആൺകുഞ്ഞിനെ ജനിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇംഗ്ലീഷ് മലയാളം തർജ്ജമകളിലൊക്കെ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ എബ്രായ ഭാഷയിലുള്ള ആ യഥാർത്ഥ അർത്ഥം പൂർണ്ണമായി ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ട, ഒന്ന് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചിരിക്കുന്നു, എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചിരിക്കുന്നു എന്നുള്ള ആ പ്രയോഗം, ആ വാക്കുകൾ എബ്രായ ഭാഷയിൽ ഇങ്ങനെയാണ് വരേണ്ടത്. ഇതാ ആ പുരുഷൻ, ഇതാ അവൻ, ഇതാ ആ മനുഷ്യൻ, അല്ലെങ്കിൽ ഇതാ ആ പുരുഷൻ എന്നാണ്. അഥവാ ഹവ്വയുടെ മനസ്സിൽ ഒരുപക്ഷെ ഉണ്ടായിരുന്നത് 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വാക്കുകളാണ്. സ്ത്രീയുടെ സന്തതിയെക്കുറിച്ച് പറയുകയാണ്, അവൻ സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്ന ഒരു രക്ഷയുടെ വാഗ്ദാനം, രക്ഷകൻ്റെ വാഗ്ദാനം അവിടെ നൽകുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3:15 ദൈവം വാഗ്ദത്തം ചെയ്ത സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്ന സന്തതി, ആ സന്തതിയാണ് കയീൻ എന്ന് സ്വാഭാവികമായിട്ടും ഹവ്വ വിശ്വസിച്ചു. അങ്ങനെ കരുതിയിട്ടായിരിക്കണം ഹവ്വ ആ പ്രയോഗം നടത്തിയത്. ഇതാ അവൻ, ഇതാ ആ പുരുഷൻ എന്ന നിലയിൽ ഹവ്വ പറയാനായിട്ടിടയായി തീർന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇനിയും അനേക കാലം അതിനുവേണ്ടി ആ രക്ഷകൻ്റെ വരവിനായി മനുഷ്യവർഗം കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. എങ്കിലും ഹവ്വയുടെ ആ പ്രത്യാശ, ആ പ്രതീക്ഷ നമുക്ക് ആ വാക്കുകളിൽ കാണാം. മാത്രമല്ല, തനിക്ക് ഈ പുരുഷപ്രജയെ ലഭിച്ചത് യഹോവയാൽ സംഭവിച്ച കാര്യമാണ് എന്നും ഹവ്വ വിശ്വസിച്ചു. ആ ഒരു കാര്യം നമുക്കും സ്വീകരിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ആശയമാണ്. നമുക്ക് മക്കളുണ്ടാകുന്നത് ഒരുപക്ഷെ ഭാര്യാഭർത്താക്കന്മാരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം, യാദൃശ്ചികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ തീരെ ആഗ്രഹിക്കാതിരിക്കുമ്പോഴായിരിക്കാം. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ എല്ലാം പിറകിൽ ദൈവത്തിന് ഒരു പരിപാടിയുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവം തന്നതാണ് എൻ്റെ ഈ മകനെ, എൻ്റെ ഈ മകളെ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ മക്കളെ കുറച്ചുകൂടി വിലയുള്ളവരായി കാണുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ നന്നായി വളർത്തുവാനുമൊക്കെ നമുക്ക് പ്രചോദനമായി തീരുന്ന ചിന്തകളാണ്. നമുക്കുള്ള മക്കൾ അതാണോ പെണ്ണോ ആയിക്കൊള്ളട്ടെ, ആ കുഞ്ഞിന് യാതൊരു കുറവുകളുമില്ല എന്ന അവസ്ഥയിലോ ഇനി അതല്ല ചില കുറവുകളോട് കൂടിയ അവസ്ഥയിലോ ആയിക്കൊള്ളട്ടെ, ദൈവമാണ് ഈ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ജീവനെ, ആ ശിശുവിനെ, ആ മനുഷ്യനെ വിലയുള്ളവനായി കാണുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. കയീൻ്റെ ജനനത്തിന് അധികം താമസിയാതെ തന്നെ ആദമിനും ഹവ്വയ്ക്കും രണ്ടാമത് ഒരു മകൻ കൂടി ഉണ്ടാകുന്നതായിട്ട് അവിടെ കാണാം. ഹാബേൽ എന്ന് ആ കുട്ടിക്ക് പേരിടുകയും ചെയ്തു. ഇവരെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് കയീൻ കൃഷിക്കാരനായിരുന്നു, ഹാബേൽ ആട്ടിടയനും ആയിത്തീർന്നു എന്നാണ്. രണ്ട് മക്കളും വ്യത്യസ്തമായ ജീവിത മാർഗങ്ങൾ സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്ന ആ ചരിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ആരംഭത്തിൽ തന്നെ, മനുഷ്യകുലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അവർ കൃഷി ചെയ്യാനും മൃഗങ്ങളെ വളർത്താനുമൊക്കെ തുടങ്ങി. അവരുടെ ഉപജീവന മാർഗമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ തുടങ്ങിയിരുന്നു എന്നുള്ള കാര്യം ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുകയാണ്. ഇന്ന് പരിണാമവാദികൾ എന്നൊക്കെ പറയുന്ന, പുരോഗമനവാദികൾ എന്നൊക്കെ അവകാശപ്പെടുന്ന മനുഷ്യൻ്റെ ചരിത്രം പറയുമ്പോൾ അവർ ഒരു ശിലായുഗത്തെക്കുറിച്ചും പ്രാകൃതമായ മനുഷ്യൻ ജീവിച്ചൊരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ പറയും. ആദ്യം മനുഷ്യൻ ഇങ്ങനെ കായികനികളൊക്കെ ഭക്ഷിച്ച് ജീവിച്ചിരുന്നു, പിന്നീട് മനുഷ്യൻ നായാട്ട് ആരംഭിച്ചു, പിന്നീടും എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് കൃഷി ചെയ്യാൻ തുടങ്ങിയത് എന്നൊക്കെയാണ് പരിണാമവാദികൾ പറയുന്നത്. പക്ഷെ അതൊന്നും വാസ്തവമായ കാര്യങ്ങളല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആദ്യ നാളുകളിൽ തന്നെ മനുഷ്യൻ അധ്വാനിക്കുവാനും കൃഷി ചെയ്യുവാനും ഒക്കെ തുടങ്ങി എന്നുള്ള കാര്യം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ചരിത്രത്തിൻ്റെ പുരോഗതിയിൽ
അവൻ കൃഷി ചെയ്യാൻ തുടങ്ങിയതും മൃഗങ്ങളെ വളർത്തുവാൻ തുടങ്ങിയതും അവയെക്കൊണ്ട് ഉപജീവിക്കാൻ തുടങ്ങിയതും പരിണാമ പ്രക്രിയയുടെ ഭാഗമായി മനുഷ്യൻ പുരോഗമിച്ച് എപ്പോഴോ സ്വന്തമാക്കിയ ശീലങ്ങളായിട്ട് അല്ല നാം മനസ്സിലാക്കേണ്ടത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവന് കൊടുത്ത കഴിവുകളും അവന് കൊടുത്ത ഉത്തരവാദിത്തങ്ങളും ഇതൊക്കെയായിരുന്നു എന്നാണ്. കയീനും ഹാബേലും ഈ 2 തൊഴിൽ മാർഗത്തിലൂടെ യാത്ര ചെയ്തു. നമ്മുടെയൊക്കെ മക്കൾ ഏതെങ്കിലുമൊക്കെ ഒരു തൊഴിൽ പരിശീലിക്കുന്നത് നല്ലതാണ്. ആദമും ഹവ്വയും ഈ 2 മക്കളും ഒക്കെ മാത്രമേ ആദ്യകാലത്ത് ഉണ്ടായിരുന്നുള്ളെങ്കിലും ഈ ഭൂമിയിൽ അവർക്ക് വിശാലമായ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അവരൊരു തൊഴിൽ ചെയ്യാൻ പഠിച്ചു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ മക്കളെ വളർത്തുമ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ച് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ട് വരണം. പ്രായമാകുമ്പോഴേക്കും അവർ ഒരു തൊഴിൽ ചെയ്യാനായിട്ട് ശീലിച്ചിരിക്കണം. സ്വന്തം കാലിൽ നിൽക്കുവാൻ ഉത്തരവാദിത്തമുള്ള ഒരു പുരുഷനായി മാറുവാൻ ആൺകുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കണം. ഉത്തരവാദിത്തമുള്ള ഒരു സ്ത്രീയായി മാറുവാൻ പെൺകുട്ടികളെ നാം പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ആദമും ഹവ്വയും ഏതായാലും അക്കാര്യത്തിലൊരു നല്ല മാതൃക കാണിച്ചു തന്നു. കൃഷിക്കാരനായാലും നല്ലതാണ്, മൃഗത്തെ വളർത്തി ജീവിക്കുന്നവനായാലും നല്ലതാണ്. ഏത് തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ട് എന്നൊക്കെ നമുക്ക് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.